أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين. പ്രിയരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിശുദ്ധ ഖുർആനിലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സൂറത്തുൽ ബഖറയിലെ 17, 18 ആയത്തുകളാണ്. അതിന് തൊട്ടടുത്തുള്ള 19, 20 ആയത്തുകളാണ് നമ്മളിന്ന് അള്ളാഹു വിശദീകരിക്കുന്ന ഉപമകളിൽ പഠിക്കുന്ന വേറെ 2 ആയത്തുകൾ. അള്ളാഹു സുബ്ഹാനഹു തആല പറയാണ്, ഔ കസയ്യിബിൻ, അല്ലെങ്കിൽ അവരുടെ ഉപമ ഒരു പേമാരിയെ പോലെയാണ്. ഒരു പേമാരി ബാധിക്കുമ്പോഴുള്ള അവരുടെ അവസ്ഥയെ പോലെയാണ്. ഔക സൊയ്യിബിൻ, സൊയ്യിബ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു പെരുമഴ. സൊയ്യിബ് വലിയ ഒരു പെരുമഴ. പെരുമഴ എന്ന് പറഞ്ഞാൽ ചെറിയ മഴയല്ല, ഒരു വലിയ പെരുമഴ. പിന്നെ ആകാശത്തു നിന്നുമുള്ള ഒരു പെരുമഴയെ പോലെയാണ്. ഫീഹി, അതിലുണ്ട് എന്ത്? ളുലുമാത്ത്, ഇരുട്ടുണ്ട്. അങ്ങനെ വല്ലാത്ത ഇരുട്ടൊക്കെ ഉള്ള ഒരു സമയത്തുള്ള ഒരു പെരുമഴയെ പോലെയാണ്. വറഅദുൻ, അതിലെന്തുണ്ട്? ഇടിയുണ്ട്. വബറഖുൻ, മിന്നലുമുണ്ട്. ഇങ്ങനെ ഇടിയും മിന്നലുമുള്ള, ഇരുട്ടുമുള്ള, കൂരിരുട്ടുമുള്ള ഒരു പെരുമഴക്കാലത്തെ ഒരു മനുഷ്യരുടെ അവസ്ഥയെ പോലെ. യജ്അലൂന, അവർ ആക്കുന്നു. ജഅല എന്ന് പറഞ്ഞാൽ ആക്കുക എന്നൊക്കെയാണ് അർത്ഥം. അസ്വാബിഅഹും, അസ്വാബിഅ എന്ന് പറഞ്ഞാൽ വിരലുകൾ. അവർ അവരുടെ വിരലുകൾ വെക്കുന്നു. ഫി ആദാനിഹിം, ആദാൻ ഉസ്നി എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ചെവി അല്ലേ? അവർ അവരുടെ വിരലുകളെ അവരുടെ ചെവികളിലേക്ക് വെക്കുന്നു. മിന സവാഇക്ക്, സവാഇക്ക് എന്നൊക്കെ പറഞ്ഞാൽ മിന്നൽ, പെട്ടെന്നുണ്ടാകുന്ന വലിയ ശക്തമായ മിന്നലിനെയാണ് സവാഇക്ക് എന്ന് പറഞ്ഞാൽ. ഭയങ്കര രൂക്ഷമായ മിന്നൽ. സവാഇക്ക് എന്ന് പറഞ്ഞാൽ മിന്നൽ. ഹദറൽ മൗത്ത്, മരണത്തെ ഭയന്നുകൊണ്ട്. മൗത്ത് എന്ന് പറഞ്ഞാൽ മരണം അല്ലേ? മരണഭയത്താൽ കഠിനമായ മിന്നലിനെ ഭയന്നുകൊണ്ട് അവർ അവരുടെ വിരലുകൾ എന്ത് ചെയ്യുന്നു? ചെവിയിലേക്ക് തിരികെ വെക്കുന്നു. വല്ലാഹു, അല്ലാഹു മുഹീത്തുൻ ബിൽ കാഫിരീൻ, നാനാഭാഗത്തു നിന്നും വലയം ചെയ്യുന്നവൻ എന്നതാണ് മുഹീത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. അല്ലാഹു സത്യനിഷേധികളെ നാനാഭാഗത്തു നിന്നും വലയം ചെയ്യുന്നവനാകുന്നു. യക്കാദുൽ ബർഖു, അങ്ങനെ ആ ആവാറായി, ആ മിന്നൽ ആവാറായി. യക്കാദു എന്നൊക്കെ പറഞ്ഞാൽ ആവാറായി. യഖ്തഫു അബ്സാറഹും, അവരുടെ കാഴ്ചയെ റാഞ്ചിയെടുക്കാറാവാറായി അല്ലേ? അവരുടെ കാഴ്ചയെ ആ മിന്നെന്തെയും റാഞ്ചിയെടുത്ത് കളയും. കുല്ലമാ അളാ അലഹും, ഈ അളാ എന്നുള്ള പദം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അളാ അത്മാ ഹൗലഹു എന്നുള്ള, അവരുടെ ചുറ്റും പ്രകാശം ഉണ്ടാകുമ്പോഴൊക്കെ എന്നുള്ള പദം നമ്മൾ കഴിഞ്ഞ ആയത്തിൽ പഠിച്ചിട്ടുണ്ട്. അതേ പ്രയോഗം തന്നെയാണ്. കുല്ലമാ അളാ അലഹും, അവർക്ക് ചുറ്റും പ്രകാശമുണ്ടാകുമ്പോൾ. മഷൗഫിഹി, അവരാ പ്രകാശത്തിലൂടെ നടക്കും. മഷായംഷി എന്നൊക്കെ പറഞ്ഞാൽ നടക്കുക. വ ഇദ അവലമ അലൈഹിം, ഒൽമ എന്ന് പറഞ്ഞാൽ എന്താ? ഒൽമ അക്രമം. അവലമ എന്ന് പറഞ്ഞാൽ എന്താ? കൂരിരുട്ട് അല്ലേ? വ ഇദ അവലമ അലൈഹിം, അവർക്ക് കൂരിരുട്ടുണ്ടാകുമ്പോൾ, വെളിച്ചുണ്ടാകുമ്പോൾ അവർ നടക്കും. കൂരിരുട്ടുണ്ടാകുമ്പോൾ കാമു, അവർ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അവരവിടെ നിന്നു പോകും. വലൗഷാ അള്ളാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ലദഹബ, ഈ പദവും നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്. ദഹബ യദ്ഹബു എന്നൊക്കെ പറഞ്ഞാൽ പോവുക എന്നാണ് അർത്ഥം. ഇവിടെ പോക്കിക്കളയും, എടുത്തു കളയുക, പോക്കിക്കളയുക. ലദഹബ ബിസംഇഹിം, സംഅ എന്ന് പറഞ്ഞാൽ ഇപ്പം അതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചാണ്. സംഅ എന്ന് പറഞ്ഞാൽ കേൾവി. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയെ അള്ളാഹു പോക്കിക്കളയുമായിരുന്നു. വ അബ്സാരിഹിം, അവരുടെ കാഴ്ചയെയും അള്ളാഹു പോക്കിക്കളയുമായിരുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, തീർച്ചയായിട്ടും അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു, കഴിവുറ്റവനാകുന്നു അല്ലേ? അപ്പോൾ ഇതിൽ നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. അള്ളാഹു ഉദാഹരണമാണ് പഠിപ്പിക്കുന്നത്. ഒരു പെരുമഴക്കാലം അല്ലേ? പെരുമഴ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കാണാൻ ഭംഗിയുള്ളൊരു മഴയെന്നല്ല, ഇരുട്ടും മിന്നലും ഇടിയുമുള്ള, കണ്ണുകളെ റാഞ്ചിയെടുക്കാൻ ശേഷിയുള്ള മിന്നൽ പിണരുള്ള ഒരു സമയത്ത് ചില മനുഷ്യരുണ്ട്.
ആ മനുഷ്യർ മരണഭയത്താൽ എന്ത് ചെയ്യുന്നു, കാതിൽ വിരലൊക്കെ വെച്ചിട്ട് അവരിങ്ങനെ ഭയത്തോടുകൂടി, മരണഭയത്താൽ കണ്ണുകളൊക്കെ ഇങ്ങനെ പുറത്തു വരുമല്ലോ മരണഭയം ഉണ്ടാകുമ്പോൾ, അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, ഓടുന്ന മനുഷ്യരെ നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അവരിങ്ങനെ ഭയങ്കരമായ പരിഭ്രാന്തിയിൽ ഇങ്ങനെ ഓടുകയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടുകയാണ്. അവരുടെ കാഴ്ചയെ ഇങ്ങനെ മിന്നൽ എടുത്തു പോകുമോ എന്ന് അവർക്ക് പേടിയുണ്ട്. കുറച്ചിങ്ങനെ ലൈറ്റൊക്കെ ഇങ്ങനെ കിട്ടുന്ന സമയത്ത്, മിന്നലിൻ്റെ ലൈറ്റൊക്കെ കിട്ടുമ്പോൾ അവരിങ്ങനെ വേഗം നടക്കും മുമ്പോട്ട്. പിന്നീട് വീണ്ടും മഴ കനത്ത് ഇരുട്ടാകുന്ന സമയത്ത് അവരവിടെ സ്റ്റക്കായി നിൽക്കുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, അള്ളാഹു ഇങ്ങനെ എന്ത് ചെയ്തിട്ടു, സർവ്വ നാനാഭാഗത്തു നിന്നും അള്ളാഹു അവരെ മൂടിയിരിക്കുന്നു, അല്ലെങ്കിൽ വലയം ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നു. നിങ്ങൾക്കതിങ്ങനെ മനസ്സിലിങ്ങനെ കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? അഥവാ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ദുർബലരായ വിശ്വാസികളെക്കുറിച്ചാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്നും പരക്കം പായുന്ന, ഒരു സ്വസ്ഥതയും കിട്ടാത്ത, അല്ലെങ്കിൽ ഒരു കാര്യത്തിലും കൃത്യമായിട്ട് നിലപാടില്ലാത്ത, ചില സമയത്ത് വിശ്വസിക്കും, ചില സമയത്ത് അവിശ്വസിക്കും, ചില സമയത്ത് ആളുകളോട് പറയും ഞങ്ങൾ വിശ്വാസികളാണെന്ന്, ചില സമയത്ത് ആളുകളോട് പറയും ഞങ്ങൾ അതിലൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് പറയും. ഇങ്ങനെ സത്യം കണ്ടെത്താൻ ചില സമയത്ത് ശ്രമിക്കും, വേറെ സമയത്ത് അവർ ഇരുട്ടിലായി പോവുകയും ചെയ്യും. ദുർബലരായ വിശ്വാസികൾ. തഫ്ഹീമുൽ ഖുർആനിൽ മൗലാന അബുൽ അല മൗദൂദി അദ്ദേഹം പറയുന്നുണ്ട്, ഇത് ദുർബലരായ ചില മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അഥവാ ഇവിടെ മഴയെക്കുറിച്ച് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഇസ്ലാമിനെ കുറിച്ചാണ്. മിന്നും ഇടിയെയും കുറിച്ച് പറയുന്നത് ശത്രുക്കളിൽ നിന്നുള്ള ക്രൂരമായ വിമർശനങ്ങളും ക്രൂരമായ ആക്രമണങ്ങളും അവരോടുള്ള പ്രതികാരത്തെക്കുറിച്ചുമാണ്, അല്ലെങ്കിൽ ശത്രുക്കളുടെ കഠിനമായ ആക്രമണത്തെക്കുറിച്ചുമാണ് മിന്നലും ഇടിയെയും കുറിച്ച് പറയുന്നത്, ഉപമിക്കുന്നത്. അഥവാ ദുർബലരായ മനുഷ്യർ ശത്രുക്കളിൽ നിന്നുള്ള ക്രൂരമായ പീഡനങ്ങൾ ഉണ്ടാകുമ്പോഴും വിമർശനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, വല്ലാത്ത അസ്വസ്ഥരാകും. അവരുടെ വിശ്വാസം ഊർന്നില്ലാണ്ടായി പോകും. അവരിങ്ങനെ മരണഭയത്താൽ ഇങ്ങനെ ചെവിയിൽ കൈവച്ച് ഓടുന്നത് പോലെ ഭയങ്കര അസ്വസ്ഥതപ്പെടും. അവരുടെ വിശ്വാസം ദുർബലപ്പെടും. അവരാകെ എന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ ശത്രുക്കളോട് കോംപ്രമൈസ് ചെയ്യും. അവർക്ക് കൃത്യമായിട്ടൊരു നിലപാടുണ്ടാവില്ല. ഏതൊക്കെ പോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ചില ആയത്തുകൾ ഇങ്ങനെ ഇറക്കുമല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അതിക്രമം അവസാനിപ്പിക്കാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഹറാമ് സമ്പാദിക്കരുത്, നിങ്ങൾ വേറൊരു ആളുടെ മുതൽ അന്യായമായി തിന്നരുത്, നിങ്ങൾ മദ്യപാനം ഉപേക്ഷിക്കണം, അല്ലേ, നിങ്ങൾ ജിഹാദിന് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരത്തിന് വേണ്ടി ഒരുങ്ങണം എന്നൊക്കെ പറയുമ്പോൾ അല്ലാതെ വെപ്രാളം പിടിച്ച മനുഷ്യരായി തീരും ഇവരാകെ അസ്വസ്ഥതപ്പെടും. അവർ ഭയങ്കരമായിട്ട് പ്രയാസപ്പെടും, അല്ലേ, വിശ്വാസം ദുർബലമായി പോകും. നിലപാടുകൾക്കൊന്നും കൃത്യമായിട്ടുണ്ടല്ല, ആദ്യം ഒന്ന് പറയും പിന്നീട് മാറ്റി പറയും, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവരുടെ അവസ്ഥ. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വെളിച്ചം കിട്ടുമ്പോൾ അവർ നടക്കും, പിന്നീട് അവരെന്ത് ചെയ്യും, കൂരിരുട്ടിലപ്പായിട്ട് സ്റ്റക്കായിട്ട് നിന്ന് പോകും. അവർ ഭയത്തോടുകൂടിയായിരിക്കും ജീവിക്കുക. അവരുടെ കണ്ണിനെ കണ്ടല്ലോ, മിന്നലിനെ നോക്കാൻ നമ്മൾ പേടിക്കും. ഭയങ്കര മിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കണ്ണൊക്കെ ഇങ്ങനെ അമർത്തിപ്പിടിക്കും, കാതിലിങ്ങനെ കേൾക്കാതിരിക്കാൻ. അതുകൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹു പറയുന്നത് അങ്ങനെ മനുഷ്യൻ കാണിക്കുന്ന കോപ്രായം പോലെയൊന്നും കാര്യമില്ല. അപ്പം പേടി കൊണ്ട് കാണിക്കുന്നത് പോലെ കാര്യമില്ല. കാരണം ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നേരിടേണ്ടവരാണ്. ആ സമയത്ത് നിങ്ങൾ ചാഞ്ചാട്ടം കാണിക്കാതെ എഴുന്നേറ്റ് നിൽക്കേണ്ടവരാണ്. നിങ്ങളുടെ വിശ്വാസം ദുർബലമായതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് എന്നതാണ് അദ്ദേഹം ഇതിൽ കൃത്യമായിട്ട് പറയുന്നത്. ഇമാം സയ്യിദ് ഖുതുബ് അദ്ദേഹത്തിൻ്റെ ഫീ ളിലാലിൽ ഖുർആൻ അതിൽ ഇതിനെക്കുറിച്ച്, ഈ ആയത്തിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് മനുഷ്യരുടെ, ഈ ദുർബലരായ വിശ്വാസികളായ മനുഷ്യർ അനുഭവിക്കുന്ന ആത്മസംഘർഷത്തെക്കുറിച്ചാണ് അള്ളാഹു പറയുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഹൃദയത്തിൽ വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും, ഒന്നിലും തൃപ്തിപ്പെടാൻ പറ്റില്ല. ചിലപ്പോൾ ശത്രുക്കളുടെ വിമർശനം ഉണ്ടാകുന്ന സമയത്ത് ഇവർ വല്ലാതെ തളർന്നു പോകും, അല്ലേ. ഇങ്ങനെയാണോ ഇസ്ലാം എന്ന് അവർ തിരിച്ചു ചോദിക്കും. ഇസ്ലാം ഇങ്ങനെയൊന്നല്ല എന്ന് അവർ വേണമെങ്കിൽ പറയും. ഇസ്ലാം കുറച്ചും കൂടി എന്താണ്, ഇങ്ങനെയൊന്നും കർശനമായിട്ട് പറയുന്നില്ല എന്ന് ചിലപ്പോൾ അവർ രക്ഷപ്പെടാൻ വേണ്ടി പറയും. ആളുകളുടെ മുമ്പിൽ ഇങ്ങനെ ഇസ്ലാമിനെ വെളുപ്പിച്ച് കാണിക്കാൻ വേണ്ടി. ഇങ്ങനെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മുമ്പ് ഇങ്ങനെ കുറേ മനുഷ്യന്മാരെ കാണാൻ സാധിക്കും. അങ്ങനെയൊന്നും പ്രശ്നമില്ല, കുറച്ചൊന്നും കള്ളുപിടിച്ചാൽ അള്ളാഹ്ക്ക് പ്രശ്നമില്ല, അല്ലെ, കുറച്ചൊക്കെ നമസ്കാരം ഉപേക്ഷിച്ചാൽ അള്ളാഹുവിന് പ്രശ്നമില്ല. അതൊക്കെയാണ് ഇസ്ലാം.
അല്ലാണ്ട് ഇങ്ങനെ സുബഹിക്ക് എണീറ്റ് നമസ്കരിക്കണം, 5 വക്ത് ഡയറക്റ്റായിട്ട് നമസ്കരിക്കണം, റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കണം, ഇങ്ങനെയൊന്നും അല്ല പറയുന്നത് എനിക്ക് തോന്നില്ല എന്ന് സ്വന്തം ആശ്വാസം കണ്ടെത്തുന്ന, സ്വയം ന്യായങ്ങൾ ചമക്കുന്ന മനുഷ്യന്മാരെ നമുക്ക് കാണാൻ സാധിക്കും. അവർ വളരെ ഈസി ആയിട്ട് പോകാൻ പറ്റുന്ന സമയത്ത് ഈസി ആയിട്ട് പോകും. എന്നാൽ അവരെ ബാധിക്കുന്ന വിഷയം പറയുന്ന സമയത്ത് അവർ ആ ഇരുട്ടിൽ എന്ത് ചെയ്യും? സ്റ്റക്കായി പോകും എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്ന് പറഞ്ഞാൽ വലിയ പേമാരിയും ഇരുട്ടും മിന്നലും ഇടിയുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് പരിഭ്രാന്തരായിട്ട് ഓടുന്ന, കയ്യിൽ വിരലിങ്ങനെ ചെവിയിലൊക്കെ തിരുകിയിട്ട് കണ്ണൊക്കെ അമർത്തിപ്പിടിച്ചിട്ട് ഓടുന്ന മനുഷ്യനെ പോലെ ഒരു അസ്വസ്ഥമായ ജീവിതമായിരിക്കും ആ മനുഷ്യൻ്റേത്. എന്നാൽ സത്യവിശ്വാസികളെക്കുറിച്ച് കൂടി പറയുമ്പോഴായിരിക്കും നമുക്ക് ഈ ഉപമ കൃത്യമായിട്ട് മനസ്സിലാവുക. സത്യവിശ്വാസികളെ കുറിച്ചിട്ട് എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, സത്യവിശ്വാസികളുടെ കാര്യം എന്തൊരു അത്ഭുതമാണ്. അവർ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന മനുഷ്യരാണല്ലേ. കിട്ടിയതിന് അവർ നിരന്തരമായിട്ട് അള്ളാഹുവിന് നന്ദി പറയും. വല്ലത് നഷ്ടപ്പെട്ടാലും നന്ദി പറയും, വല്ലത് ലഭിച്ചാലും നന്ദി പറയും. ഇനി വല്ല അങ്ങേറ്റത്തെ വല്ല നഷ്ടവും അവരെ ബാധിച്ചാൽ അവർ മനോഹരമായി ക്ഷമിക്കുകയും ചെയ്യും. നിലപാട് പറയുമ്പോൾ അവർക്കിങ്ങനെ നടുവളക്കേണ്ടി വരില്ല. അവർ എഴുന്നേറ്റ് നിന്നിട്ട് അവരെന്ത് ചെയ്യും? നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ശത്രുക്കളെ വിമർശനം അവരെ ഭയക്കില്ല. അവരെന്ത് ചെയ്യും? ശത്രുക്കളുടെ വിമർശനമോ അക്രമമോ ഉണ്ടാകുന്ന സമയത്ത് ഹസ്ബുനല്ലാഹ്, ഞങ്ങൾക്ക് അല്ലാഹു മതി, ഇന്നല്ലാഹ മഅന, അല്ലാഹു ഞങ്ങളോടൊപ്പം ഉണ്ടെന്നുള്ള ആത്മവിശ്വാസത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതല്ലാത്ത മനുഷ്യരാണ് എന്ത് ചെയ്യുക? ഇങ്ങനെ ഭയവിഹ്വലരായി കൊണ്ട് ഓടുക. ഇതൊക്കെ ഇപ്പോൾ നിൽക്കും എന്നുള്ള ആശ്വാസത്തിൽ ഇങ്ങനെ ചെവിയിൽ, പിന്നെ ഇതൊന്നും ഞാൻ കേൾക്കുന്നില്ല, കേട്ടാന്നാണല്ലോ അസ്വസ്ഥത ഉണ്ടാവുക. ഇത് അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാനിതൊന്നും കേൾക്കുന്നില്ല. നിങ്ങളതൊക്കെ പറഞ്ഞോ അല്ലേ, നിലപാട് പ്രഖ്യാപിക്കണം എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, പക്ഷെ ഞാൻ എന്ത് ചെയ്യണില്ല, കേൾക്കുന്നില്ല എന്ന മട്ടിൽ ചെവിയിൽ വിരൽ വെച്ചതുകൊണ്ടൊന്നും കാര്യമില്ല. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങളിങ്ങനെയൊക്കെ കാണിച്ചാലും അള്ളാഹു നിങ്ങളെന്ത് ചെയ്യുന്നു? എല്ലാ ഭാഗത്തു നിന്നും മുഹീത്തുൻ, സകല നാനാഭാഗത്തു നിന്നും നിങ്ങളെ വലയം ചെയ്യുന്നവനാണ് ആര്? അള്ളാഹു. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയാണ്, പറ്റുകയാണെങ്കിൽ അള്ളാഹു അവരുടെ കേൾവിയെയും കാഴ്ചയെയും മുഴുവനായിട്ട് എടുത്തു കളയുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യുന്നു? അവർ നല്ലത് അറിയട്ടെ, പഠിക്കട്ടെ, സത്യത്തെ മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അവർക്ക് ഇടക്കിടക്ക് പ്രകാശമൊക്കെ കിട്ടുന്നുണ്ട്, ഇടക്കിടക്ക് അവരിങ്ങനെ അന്ധകാരത്തിലൊക്കെ ആയിട്ടുള്ള ദുർബലരായിക്കൊണ്ട് കഴിയാണ്. അള്ളാഹു പറയണം, അള്ളാഹു വിചാരിച്ചിട്ട് നിങ്ങൾ മുഴുവനായിട്ടും അവരുടെ പ്രകാശത്തെ, അവരുടെ കേൾവിയെ, കാഴ്ചയെ, അല്ലെ സമയം അബ്സാരിഹിം, കേൾവിയും കാഴ്ചയും അള്ളാഹു മുഴുവനായിട്ട് എടുത്തു കളയുമായിരുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഏതായാലും ഈ ആയത്തിനെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക? മനഃപാഠമാക്കുക, അതിൻ്റെ വിശദീകരണം വായിക്കുക, അതൊന്ന് ഹൃദയത്തിലേക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാൻ നമുക്ക് സാധിക്കുക. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി ഇതൊന്ന് ഓതി വായിച്ച് ചില പദങ്ങൾ പഠിച്ച് ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണുന്നവരേക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.